ആൻഡ് മേക്ക് വിത്ത് ഷെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മെറ്റേണിറ്റി ഡ്രസ്സാണ്. അതൊരു ഫ്രോക്ക് മോഡലാണ് ചെയ്യുന്നത്. കുർത്തിയായിട്ട് തന്നെ അതേ രൂപത്തിൽ തന്നെയാണ്, കുറച്ച് പ്ലീറ്റ് ഉണ്ടെന്നേ ഉള്ളൂ വേസ്റ്റിൻ്റെ അവിടെ. അതുപോലെ തന്നെ നമുക്ക് ലെയറായിട്ട് ചെയ്യാം. ഞാൻ താഴെ ഒരു ലെയറും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓപ്പണിംഗ് വരുന്നത് നമുക്ക് ഷോൾഡറിലാണ്. രണ്ട് ഷോൾഡറിലും ഓപ്പണിംഗ് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ടിലോ അതോ സൈഡിലോ അങ്ങനെയൊന്നുമല്ല, ഷോൾഡറിൻ്റെ അവിടെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഇത് ചെയ്യുമ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ് കേട്ടോ ഒന്ന് ചെയ്യാനായിട്ട്. നമ്മളവിടെ പ്രസ് ബട്ടണാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ഡിസൈനർ കുർത്തിയൊക്കെ ആണെങ്കിൽ നമുക്ക് അതേപോലെ ബട്ടൺ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും അറിയത്തില്ല ഓപ്പണിംഗ് ഉണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗം കഴിഞ്ഞിട്ട് അവിടെ ക്ലോസ് ചെയ്ത് വെക്കുകയും ചെയ്യാം. തിരിച്ചും പഴയ പോലെ തന്നെ അടിച്ചെടുക്കുക. അപ്പോൾ അതിനായിട്ട് 4 ലെയർ ഇതേപോലെ ടോപ്പ് പാർട്ടിലേക്ക് വേണ്ടിയിട്ട് വേസ്റ്റ് വരെയുള്ള ഒരു ലെങ്ത്തിൽ നമ്മൾ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് 14 വരുന്നത്, വേസ്റ്റിൻ്റെ വരെയുള്ള ലെങ്ത്ത്. അപ്പോൾ അത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതെടുക്കുക. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയെടുക്കുക. അതിനുശേഷം ഷോൾഡർ ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് 7 ഇഞ്ച്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുക. അതിനേക്കാൾ പിന്നെ 1/2 ഇഞ്ച് താഴേക്ക് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തു. അവിടെ നിന്ന് ആം ഹോൾ ഷോൾഡർ എടുത്ത് അത്രയും തന്നെ നമ്മൾ താഴേക്ക് 7 ഇഞ്ച് ആം ഹോളും കൂടി കൊടുത്തു. അതിനുശേഷം നമ്മളിതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസിൽ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ആ സമയത്ത് കുറച്ച് വണ്ണം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതനുസരിച്ചിട്ട് ലൂസിൽ എടുക്കാം നമുക്ക്. പിന്നെ നമുക്ക് കുറച്ച് കൊടുത്താൽ മതി. ഇനി നമ്മളിവിടെ ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നത്, ചെസ്റ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് ഞാൻ 10 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പം കുറച്ച് ലൂസ് വേണ്ടവർ അതനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് തിരിച്ച് കുറച്ച് അടിച്ചെടുത്താൽ മതി ഉപയോഗം കഴിയുമ്പോൾ. അതിനുശേഷം 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. ഇനി നമ്മൾ വേസ്റ്റിൻ്റെ അവിടെയും അതുപോലെ തന്നെ ലൂസിൽ കൊടുക്കാം. ഇപ്പം ഞാനിവിടെ 8 ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വിഡ്ത്ത് കൊടുക്കുക. അതിനുശേഷം 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടി കൊടുക്കുക. അപ്പം അവിടെ നമുക്ക് ബാക്കിലേക്ക് ഒരു ഫ്രോക്കിൻ്റെ പോലെ നമുക്ക് വേണമെങ്കിൽ ഒരു കെട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടും. പിന്നെ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ 8 ഇഞ്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കുക. അതിനുശേഷം ആം ഹോൾ കർവ് ഉപയോഗിച്ച് നമ്മൾ ആ ചെസ്റ്റ് മാർക്ക് ചെയ്തെടുത്തേക്ക് ഇതുപോലെ കർവ് ചെയ്ത് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സ്കെയിൽ ഇല്ലെങ്കിൽ ആ കോർണറിൽ നിന്ന് ഒരു 2 ഇഞ്ചോളം നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് അതൊന്ന് കണക്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തെടുത്തൊന്ന് വേസ്റ്റിൻ്റെ അവിടേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുക. അതിനുശേഷം തയ്യൽ തുമ്പ് ഇട്ടെടുത്തതെന്ന് വീണ്ടും താഴേക്ക് വരച്ചു കൊടുക്കുക. ഇവിടെ നിന്ന് നമ്മളൊരു 1 ഇഞ്ച് ഇതുപോലെ കയറ്റിയിട്ട് മാർക്ക് ചെയ്യട്ടെ. ഇതിപ്പോൾ നമ്മൾ ഫ്രോക്കൊക്കെ ചെയ്യുമ്പോൾ വേസ്റ്റിൻ്റെ അവിടെ കട്ടിങ് വരുന്നിടത്ത് എപ്പോഴും നമ്മളിങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ താഴത്തെ പോർഷൻ തൂങ്ങി നിൽക്കും. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ആർച്ച് പോലെ വരച്ചതിന് ശേഷം ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യണം. അതിന് നമ്മൾ ഇതുപോലെ ഷോൾഡർ സ്ലോപ്പിൻ്റെ അടിയിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ 1/2 കണ്ടുപിടിച്ചതിന് ശേഷം ഉള്ളിലേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് കുഴിച്ച് കട്ട് ചെയ്യുന്നതിനാണ്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇതുപോലെ ഈ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ആ 1/2 മാർക്ക് ചെയ്തെടുത്തേക്ക് ഇങ്ങനെ കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക. അതിനുശേഷം അവിടെ നിന്ന് ബാക്കി പോർഷൻ താഴേക്ക് അത് എവിടെ മുട്ടുന്നോ, ആ ചെസ്റ്റിൻ്റെ ആ ലൈനിൽ എവിടെ മുട്ടുന്നോ അവിടേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുക. സ്കെയിലില്ലെങ്കിൽ ഇങ്ങനെയൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമ്മൾ 3 ഇഞ്ചാണ് ഇവിടെ നെക്ക് വിട്ടെടുക്കുന്നത്. കുറച്ചും കൂടി കൂട്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് എടുക്കാം. അതുപോലെ താഴേക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത് ബാക്ക് നെക്ക് 4 ഇഞ്ച് 4 ഇഞ്ച്, അതും വേണമെങ്കിൽ 5 ഇഞ്ച് വരെ കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പം ഇതിനെ നമ്മൾ ബോക്സ് ആക്കി എടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ റൗണ്ട് നെക്ക് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഫ്രണ്ട് നെക്ക് 6 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതും നമ്മൾ ഇതുപോലെ തന്നെ ബോക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മളിവിടെ റൗണ്ട് ഷേപ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ കൂടുതലും ഈ സമയത്ത് റൗണ്ട് ആയിരിക്കും നല്ലത്, കാരണം അത് ഓപ്പൺ ആയിട്ട് നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് വരുമ്പോൾ എത്ര സ്പേസ് കിട്ടുന്നോ അതനുസരിച്ചിട്ട് നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ താഴത്തെ പോർഷനിൽ നമ്മൾ ആ ബാക്കി ആ കർവ് കട്ട് ചെയ്ത് മാറ്റി, അതുപോലെ സൈഡും കട്ട് ചെയ്തു. ഇനി നമ്മളിവിടെ ആം ഹോൾ
ഇത് അവിടെ നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തത് മാർക്ക് ചെയ്തിരുന്നില്ലായിരുന്നു. അതൊന്ന് മാർക്ക് ചെയ്തിട്ട് ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റിക്കളയാം. അപ്പോൾ നെക്കിൻ്റെ അവിടെ നിന്ന് ചെരിച്ച് അവിടേക്ക് മാർക്ക് ചെയ്ത ശേഷം കട്ട് ചെയ്യും. ഇനി നമ്മൾ ആദ്യം ബാക്ക് ആം ഹോളാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് അറിയാതെ കട്ട് ചെയ്ത് പോരുത്, അപ്പോൾ കുഴിഞ്ഞു പോകും. അതുപോലെ തന്നെ നമ്മൾ ബാക്ക് നെക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കും. അപ്പോൾ അത് ബാക്കും ഫ്രണ്ടും കൂടി ഒരുമിച്ചിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്യാം. കാരണം ബാക്ക് നെക്ക് മുകളിൽ ഉയർന്നിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പം അതും ബാക്ക് നെക്ക് ആദ്യം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് പോർഷൻ മാറ്റിയിട്ടാണ് പിന്നെ കട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ഇതുപോലെ നമ്മൾ ആ ചെസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഞാൻ ചെറിയൊരു കട്ടിങ് കൊടുക്കുകയാണ് കേട്ടോ. അതുപോലെ താഴെ വേസ്റ്റിൻ്റെ അവിടെ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ കട്ടിങ് ഒരുപോലെ വെച്ചിട്ട് അതിൽ കൂടി അങ്ങോട്ട് അടിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ മറു സൈഡിലേക്കും കൂടി ഈ മാർക്കിങ് നമ്മൾ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് വരയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി നമ്മൾ ബാക്ക് പോർഷൻ ഇതുപോലെ മാറ്റിയതിന് ശേഷം ഇനി ഇതുപോലെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് കട്ട് ചെയ്ത് എടുക്കുക. അപ്പം നമ്മുടെ കട്ടിങ് കഴിഞ്ഞു ടോപ്പ് പാർട്ടിൻ്റെ. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യമുള്ള ലെങ്ത്ത് എടുക്കുക. അതിനേക്കാളും ഒരു 2 ഇഞ്ചോളം തയ്യൽ തുമ്പ് കൂട്ടിയെടുക്കുക. ഞാനിപ്പോൾ ആകെ 17 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ വിഡ്ത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് ചെസ്റ്റിൻ്റെ അവിടെ തയ്യൽ തുമ്പോട് കൂടി എത്ര എടുത്തോ അത് തന്നെ എടുക്കുക. ഞാനിവിടെ ഒരു 11 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ മാർക്കിങ് 9 ഇഞ്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ചെസ്റ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ 36 ആണ് ചെസ്റ്റ് വരുന്നത്. അപ്പോൾ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 9 ആണ് കിട്ടുന്നത്. അതാണ് നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് താഴേക്ക് ഒരു 3.5 ഇഞ്ച് ഇതുപോലെ താഴ്ത്തി മാർക്ക് ചെയ്തു. ആ 3.5 ഇഞ്ച് വന്നത് എവിടെയാണെന്ന് വെച്ചാൽ 36നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ചെസ്റ്റിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3.6 അതാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അതിന് റൗണ്ട് ചെയ്താണ് 3.5 എടുത്തത്. അതിനുശേഷം മുകളിൽ മാർക്ക് ചെയ്ത ആ 9 തന്നെ താഴെ ഈ ചെരിഞ്ഞ ലൈനിൽ മാർക്ക് ചെയ്തു. അതിൻ്റെ ഹാഫ് നമ്മൾ കണ്ടുപിടിച്ചു. അവിടേക്ക് ഇതുപോലെ കർവ് ചെയ്ത് വരച്ചു കൊടുത്തു. അതിനുശേഷം ഈ സ്കെയിൽ വീണ്ടും നമ്മൾ തിരിച്ച് വെച്ചിട്ട് ഉള്ളിലേക്ക് അടുത്ത ഹാഫിൽ മാർക്ക് ചെയ്തു. അപ്പോൾ ഈ സ്കെയിൽ ഇല്ലെങ്കിൽ ഇവിടെ ഇതുപോലെ ഹാഫ് മാർക്ക് ചെയ്തെടുത്തേക്ക് ആദ്യത്തെ സെക്ഷനിൽ പുറത്തേക്ക് കർവ് ചെയ്യുക, അടുത്ത സെക്ഷനിൽ ഉള്ളിലേക്ക് കർവ് ചെയ്തതിന് ശേഷം നീട്ടി വരച്ചു കൊടുക്കും. ഇനി ഇതുപോലെ പ്രിൻ്റുള്ള ക്ലോത്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, തലതിരിഞ്ഞ് പോകരുത് കേട്ടോ. ഇനി ഇത് നമ്മൾ താഴത്തെ ഓപ്പണിംഗ് 6 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ ലൂസിൽ കൊടുക്കുക. അതിനുശേഷം അവിടെ നിന്ന് മുകളിലേക്ക് നമ്മൾ 9 ഇഞ്ച് മാർക്ക് ചെയ്തില്ല, അവിടേക്ക് ഇതുപോലെ ഈ സ്കെയിൽ ഉപയോഗിച്ചൊന്ന് ചരിച്ച് കൊടുക്കുക കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് വരും. അതിനുശേഷം തയ്യൽ തുമ്പിൽ നിന്ന് താഴെ നമുക്കുള്ള തുണി എത്രയുണ്ടോ അതിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. അടിയിൽ ഒരു 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു അവിടെ തയ്യൽ തുമ്പ്. അതിനുശേഷം ഈ ലൈനിൽ കൂടി കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കുക. ഇവിടെയും നമ്മൾ ആ താഴെ മടക്കി അടിക്കാനുള്ളിടത്തൊന്ന് ചെറിയ കട്ടിങ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് മടക്കി അടിച്ചാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അതുപോലെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്റ്റിച്ച് ചെയ്യുമ്പം എളുപ്പമായിരിക്കും. ഇനി നമ്മൾ നല്ല വശങ്ങൾ ഒരുപോലെ ഇട്ടിട്ട് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലെ നല്ല സൈഡ് ഒരുമിച്ചിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ, ഇല്ലെങ്കിൽ തിരിഞ്ഞു പോവും നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോൾ കേട്ടോ. അതിനുശേഷം സെൻറ്റർ മാർക്ക് ചെയ്തെടുത്തൊന്ന് നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് ഒരു 1/2 ഇഞ്ചോളം ഇങ്ങനെ ഉള്ളിലേക്ക് കുഴിച്ച് വരയ്ക്കുക കേട്ടോ. ആ പോർഷൻ വരെ വരയ്ക്കുക. അതിനുശേഷം അത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. അപ്പം നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കുഴിഞ്ഞ് കിട്ടും. ഇവിടെ നമ്മളൊരു ചെറിയ കട്ടിങ് കൊടുക്കുക. ഇതാണ് ഫ്രണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ കട്ടിങ് കറക്റ്റാക്കി വെച്ച് ഫ്രണ്ട് സൈഡിലേക്ക് ആക്കി സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അല്ലെങ്കിൽ ഒരു മാർക്കിങ് കൊടുക്കുക ഇതുപോലെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ മടക്കുമ്പോൾ കണ്ടോ ഇത്രയും പോർഷൻ ഉള്ളിലേക്ക് കുഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് വേസ്റ്റ് വരെയുള്ള ലെങ്ത്ത് കുറച്ചിട്ട് ബാക്കിയുള്ള ലെങ്ത്താണ് സ്കേർട്ടായിട്ട് ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് നമുക്ക് പല രീതിയിൽ ചെയ്യാം. അംബ്രല്ല പോലെ ചെയ്യാം, എ ലൈൻ പോലെ ചെയ്യാം, അല്ലെങ്കിൽ പ്ലീറ്റ് ഇട്ടിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ പ്ലീറ്റ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പം കുറച്ച് ലൂസിൽ നമുക്കവിടെ കിട്ടും. അപ്പം നമ്മൾ വേസ്റ്റിൻ്റെ വിഡ്ത്തിനേക്കാളും ഒരു 15 ഇഞ്ചോളം 15 ഇഞ്ചോളം കൂട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് പ്ലീറ്റ് അവിടെ കിട്ടും. അതിനുശേഷം നമ്മളിപ്പോൾ ലെയറായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ താഴേക്ക് സ്കേർട്ടിൻ്റെ പോർഷനെ വേണമെങ്കിൽ 3 ലെയറായിട്ട് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 2 ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ താഴെ മാത്രം ഒരു 10 ഇഞ്ചോളം മാത്രമേ അവിടെ
പ്ലീറ്റായിട്ട് ഫ്രില്ലായിട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതും നമുക്ക് ആവശ്യത്തിന് 3 ലെയർ വേണമെങ്കിൽ അങ്ങനെയും ഈക്വലായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലെയറിനേക്കാളും ഒരു 15 ഇഞ്ച് രണ്ടാമത്തെ ലെയറിലും തുണി കൂട്ടിയിട്ട് കൊടുക്കണം. 3 എണ്ണം ചെയ്യുന്നെങ്കിൽ അതിനേക്കാളും 15 ഇഞ്ച് കൂട്ടിയിട്ട് കൊടുക്കുക കേട്ടോ. ഏകദേശം അതിൽ കൂടിയാലും എത്ര പ്ലീറ്റ് വേണോ അതനുസരിച്ചിട്ട് കൊടുക്കുക. ഇത് നമ്മുടെ ബാക്ക് പോർഷനിൽ നമ്മളിപ്പോൾ ക്രോസ് പീസ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ക്രോസ് പീസിനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഞാൻ ഇതുപോലെ നെക്കിലെ പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മുടെ ആ തയ്യൽ തുമ്പ് സ്റ്റിച്ചിങ് ലൈനെ കൊള്ളാതെ ചെറിയ കട്ടിങ് കൊടുത്തു. അതിനുശേഷം ഇതേപോലെ ആ തയ്യൽ തുമ്പും ക്രോസ് പീസും കൂടെ പതിച്ചടിച്ചതിന് ശേഷം മുകളിൽ കൂടി പതിച്ചടിക്കുക. അപ്പം ഇവിടെ നമ്മൾ സാധാരണ നെക്ക് ക്ലോസ് ചെയ്തിട്ടല്ലേ ഇതുപോലെ ഷോൾഡർ അടിച്ചതിന് ശേഷമാണല്ലോ നമ്മൾ പതിച്ചടിക്കുന്ന ബാക്കിൻ്റെ. പക്ഷേ ഇവിടെ നമ്മൾ പതിച്ചടിച്ചതിന് ശേഷം നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ ഒരു പീസ് വെച്ച് കൊടുക്കണം ബട്ടൺ വയ്ക്കുന്നതിന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പതിച്ചടിക്കും കേട്ടോ. ഇത് ഫ്രണ്ട് നെക്കാണ്. ഇവിടെ ഞാൻ പൈപ്പിംഗ് ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ പൈപ്പിംഗ് ത്രെഡ് ഉള്ളിലുണ്ട് കേട്ടോ. അതിൻ്റെ വെച്ചിട്ട് ഞാൻ അടിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ തയ്യൽ തുമ്പ് നെക്കിൻ്റെ ആ കട്ട് ചെയ്ത പോർഷനിലേക്ക് വരണം കേട്ടോ. എങ്കിലേ നമുക്ക് തിരിക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയ കട്ടിങ് കൊടുത്തു. ഇവിടെ നമ്മൾ തയ്യൽ തുമ്പും ക്രോസ് പീസും കൂടെ ഒന്ന് പതിച്ചടിച്ചതിന് ശേഷം ഇതുപോലെ ഉള്ളിലേക്ക് ആക്കുമ്പോൾ കണ്ടോ അത് ആ പൈപ്പിങ് ഇതുപോലെ കറക്റ്റായിട്ട് വരും. ഇവിടെ നമ്മൾ ക്യാൻവാസ് വെച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ നമ്മൾ ഈ ഒരു ടൈമിൽ മെറ്റേണിറ്റി ഡ്രസ്സ് ആയതുകൊണ്ട് ഞാൻ ക്യാൻവാസ് ഒന്നും വെക്കുന്നില്ല. വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ സാധാരണ രീതിയിൽ എന്താ ചെയ്യണം, ഒന്നും കൂടി അത് പതിച്ചടിച്ചു. ഇത് രണ്ടും കൂടി ഇതുപോലെ വെച്ചിട്ട് ഷോൾഡർ നമ്മൾ ബാക്ക് പീസിൻ്റെ ക്രോസ് പീസ് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ടാണല്ലോ ഷോൾഡർ അടിച്ചിട്ട് മറയ്ക്കുകയാണ് ചെയ്യുന്നത് സാധാരണ രീതിയിൽ. ഇവിടെ നിന്ന് ഇങ്ങനെയല്ലേ. പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനെയല്ല. ഇവിടെ ഷോൾഡർ നമ്മൾ ക്രോസ് ചെയ്യുന്നില്ല. കാരണം ഷോൾഡറിലാണ് ബട്ടൺ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ മാത്രമേ നമ്മൾ ഇവിടേക്ക് ഒരു പീസ് വേറെ നമ്മളിപ്പോൾ ബ്ലൗസിനും ഒക്കെ ചെയ്യുന്ന പോലെ ഷർട്ടിനൊക്കെ ചെയ്യുന്ന പോലെ ഓരോ പീസ് വെച്ച് കൊടുക്കണം കേട്ടോ. ആ ബട്ടൺ വെക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് നമ്മൾ ആദ്യം ചെയ്തിട്ടാണ് ഷോൾഡറിൻ്റെ അവിടെ ആ സ്ലീവിൻ്റെ ആ പോർഷനിൽ മാത്രം ഒരു 1/2 ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ മനസ്സിലാകും കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ നല്ല വശങ്ങൾ പുറത്തേക്കാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് കണ്ടോ. ചീത്ത വശമാണ് രണ്ടും കൂടി ഒരുമിച്ച് ഉള്ളിലേക്ക് വെക്കുന്നത്. അതിനുശേഷം ഇവിടെ നമ്മളൊരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇത് രണ്ടും കൂടി ഇങ്ങനെ ബട്ടൺ വെച്ച് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു സൈഡിൽ ഒരു 1/2 ഇഞ്ച് മാത്രമേ നമ്മളത് യോജിപ്പിച്ചെടുക്കുന്നുള്ളൂ. വീണ്ടും നമ്മൾ അതിന് ശേഷം കണ്ടോ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കും. അതിനുശേഷം നമ്മൾ ഇവിടെ സ്ലീവ് യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഈ പോർഷനിലേക്ക് നമ്മുടെ ഷോൾഡറിൻ്റെ വിഡ്ത്ത് എത്രയോ അതിനേക്കാൾ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ കൂട്ടിയെടുക്കുക അതിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഷോൾഡർ എനിക്കിവിടെ വന്നിരിക്കുന്നത് 4 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ 4.5 ഇഞ്ച് പീസ് ഇതുപോലെ 2 ലെയറിലേക്കും ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വീതം 2 എണ്ണം വീതം കട്ട് ചെയ്തെടുത്തു. ഇതിൻ്റെ വീതി എടുത്തിരിക്കുന്നത് ഒരു 3 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇത് നമ്മൾ ഇതേപോലെ നല്ല വശങ്ങൾ ഒരേപോലെ വെച്ചിട്ട് ഓരോ സൈഡിലും ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ആ 1/2 ഇഞ്ച് എക്സ്ട്രാ വെച്ചത് നമ്മൾ ആ നെക്കിൻ്റെ സൈഡിലേക്ക് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് അതൊന്ന് ആ സൈഡ് ഇതുപോലെ മടക്കി വെക്കുക കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. മടക്കി വെച്ചിട്ട് അതും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ പോർഷൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടോ ഈ സൈഡ് ഇതുപോലെ മടക്കി നമ്മൾ ആ തയ്യൽ തുമ്പ് ഉള്ളിലാക്കി നമ്മൾ ഇതുപോലൊരു പട്ട വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എക്സ്ട്രാ ഒരു പട്ട അവിടെയാണ് നമ്മൾ ബട്ടൺ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലെ പീസിലേക്ക് നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. ഇവിടെ നമ്മൾ ആ 1/2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടത് ഇതുപോലെ നല്ല വശത്തേക്ക് ആക്കി നെക്കിൻ്റെ പോർഷനിലേക്ക് വെച്ചിട്ട് അതും നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് ആ 1/2 ഇഞ്ച് ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഇവിടെ നമ്മൾ ഫുള്ളായിട്ട് ഉള്ളിലേക്ക് മടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബാക്ക് പോർഷനാണ് കേട്ടോ. ബാക്കിൽ ഇപ്പോൾ ഞാൻ നല്ല വശത്തേക്ക് വെച്ചിട്ട് ഇതുപോലെ ആ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തു 2 സൈഡിലും. കണ്ടോ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ. അപ്പം ആ പോർഷനിൽ 1/2 ഇഞ്ച് മടക്കി എടുക്കുക കേട്ടോ. കാരണം അവിടെ നീറ്റായിട്ട് വരണം. നെക്ക് നമ്മളവിടെ അടിച്ച് കഴിഞ്ഞല്ലോ, അതുകൊണ്ടാണ്. ഇപ്പോൾ അതേപോലെ വന്നതിന് ശേഷം ഇവിടെ 1/2 ഇഞ്ച് ഇതുപോലെ മടക്കി അതിന് ശേഷം ആ തയ്യൽ തുമ്പും കൂടെ കൂടിയിട്ട് നമ്മൾ ഉള്ളിലേക്ക് ആക്കിയതിന് ശേഷം ഇവിടെ പതിച്ചടിക്കുക. അപ്പം നമുക്ക് എക്സ്ട്രാ ഒരു പീസ് നമ്മൾ സാധാരണ ഷർട്ടിലൊക്കെ ചെയ്യുന്ന പോലെ സാരി ബ്ലൗസിലൊക്കെ ചെയ്യില്ല അതുപോലെ ആ എക്സ്ട്രാ പട്ട അവിടെ വന്നു. ഇവിടെയാണ് നമ്മൾ ബട്ടൺ വെച്ച് കൊടുക്കുന്നത്. അതുപോലെ 2 സൈഡ് നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. കണ്ടോ
ഇതേപോലെ മടക്കി അതിനുശേഷം തയ്യൽ തുമ്പും കൂടെ കൂട്ടി മടക്കി ഇവിടെ പതിച്ചടിച്ച് കൊടുക്കുക. അപ്പോൾ അവിടെ നീറ്റായിട്ട് നമുക്ക് കിട്ടി. ഇത് നമ്മുടെ ഫ്രണ്ട് പോർഷന് നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് നല്ല വശത്ത് നിന്ന് അടിച്ച് ആ 1/2 ഇഞ്ച് അവിടെ മടക്കിയിട്ടുണ്ട് കേട്ടോ. അവിടെയും ആ നെക്കിൻ്റെ പോർഷൻ നീറ്റാവുക. അതിനുശേഷം ഇത് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് തന്നെ ഫുള്ളായിട്ട് മടക്കുക. അപ്പം അതിനുശേഷം ആ സൈഡ് ആ 1/2 ഇഞ്ച് നമുക്ക് വേണമെങ്കിൽ ഉള്ളിലേക്ക് മടക്കി ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വേണമെങ്കിൽ ആ സൈഡിലൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം നെക്കിൻ്റെ അവിടെ. അപ്പോൾ കണ്ടോ, ബാക്കി ഈ സൈഡിൽ വരുന്ന പോർഷനെല്ലാം സ്ലീവിൻ്റെ ആം ഹോളിൻ്റെ അതേ അളവിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതേപോലെ കണ്ടോ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബട്ടൺ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോർഷൻ ഈ ആം ഹോളിൻ്റെ അവിടെ കണ്ടോ, അവിടെ സ്ലീവിൻ്റെ ആ പോർഷനിൽ മാത്രം നമുക്ക് ആ സ്ലീവ് യോജിപ്പിക്കാനുള്ള ആ തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് മാത്രം കണ്ടോ, ഇതേപോലെ അവിടെ മാത്രമേ മുകളിൽ നിന്ന് അടിച്ചു കൊടുക്കാവുള്ളൂ. പുറത്ത് നിന്ന് നമ്മൾ ഇതേപോലെ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 2 സ്ലീവിലും നമ്മൾ ചെയ്തെടുക്കുക, 2 ഷോൾഡറിലും അങ്ങനെ ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടോ, ഇവിടെ നീറ്റാക്കി വെച്ചിട്ട് ഞാൻ ഈ പോർഷൻ മാത്രം ഇവിടെ കണ്ടോ, നമ്മൾ സ്ലീവ് യോജിപ്പിക്കേണ്ട അവിടെ ഒരു 1/2 ഇഞ്ച് മാത്രം നമ്മൾ ഇത്രയും പോർഷൻ മാത്രം മുകളിൽ നിന്ന് ഒന്ന് പ്രസ് ചെയ്ത് അടിച്ചു കൊടുത്തു അവിടെ മാത്രം. അപ്പം ബാക്കി പോർഷൻ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. അതുപോലെ 2 ഷോൾഡറും കണ്ടോ ഇതേപോലെ. അപ്പോൾ മുകളിൽ നിന്ന് മാത്രമാണ് നമ്മൾ അടിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ബട്ടൺ വെച്ച് കൊടുത്ത് നമ്മൾ ക്ലോസ് ചെയ്യും. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടോ 2 ബട്ടണും തുറന്നു കഴിയുമ്പം ഇതേപോലെ താഴേക്ക് കുറച്ച് അധികം സ്പേസ് നമുക്ക് കിട്ടും. അപ്പം നമുക്ക് വേറെ സിബ് ഫ്രണ്ടിൽ വയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ സ്ലീവ് യോജിപ്പിക്കും. അപ്പം അതിനായിട്ട് നമ്മൾ സ്ലീവിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തല്ലോ, അത് കറക്റ്റായിട്ട് നല്ല വശങ്ങൾ ഒരേപോലെ വെച്ചതിന് ശേഷം നമ്മൾ അതുപോലെ ഫ്രണ്ട് നമ്മൾ മാർക്ക് ചെയ്തിരുന്നു, അതും ഒരുപോലെ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷോൾഡറിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ ഈ സ്ലീവിൻ്റെ സെൻറ്റർ വെച്ചതിന് ശേഷം സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്ക് അടിച്ചു കൊടുക്കുക കേട്ടോ. സൈഡിൽ നിന്ന് തുടങ്ങരുത്, സെൻറ്ററിൽ നിന്ന് തന്നെ അടിച്ചു കൊടുക്കുക. അതുപോലെ 2 സ്ലീവ് നമ്മൾ ചെയ്തെടുക്കുക. നല്ല വശങ്ങൾ ഒരുപോലെ വയ്ക്കുക. ഷോൾഡറിൻ്റെ സെൻറ്ററും സ്ലീവിൻ്റെ സെൻറ്ററും കൂടി ഒരുപോലെ വെച്ചതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി സ്ലീവിൻ്റെ അടിയിൽ നമുക്ക് ഇതുപോലെ ഫ്രില്ല് വെച്ച് കൊടുക്കണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ഇപ്പം തന്നെ അടിച്ചു കൊടുക്കാം കേട്ടോ. യോജിപ്പിക്കുന്നതിന് മുന്നേ ഞാൻ ഇതുപോലെ യോജിപ്പിച്ചെടുത്തു 2 സ്ലീവും. അപ്പം നമ്മൾ ഇവിടെ കണ്ടോ ഷോൾഡർ ബാക്കി പോർഷനെല്ലാം ഓപ്പണിംഗ് ആണ്. ആ സ്ലീവിൻ്റെ ആ യോജിപ്പിക്കാനുള്ള 1/2 ഇഞ്ച് മാത്രമേ നമ്മളവിടെ സ്റ്റിച്ച് ചെയ്തിരുന്നുള്ളൂ. ബാക്കി പോർഷൻ നമുക്ക് രണ്ടും ഓപ്പൺ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. കണ്ടോ, ഉൾവശത്തു നിന്ന് ഇതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഈ പ്രസ് ബട്ടൺ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് അവിടെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ നമുക്ക് അവിടെ ഹുക്ക് വേറെ എന്തെങ്കിലും വെച്ച് കൊടുത്താലും മതി. അപ്പം നമ്മൾ ഏറ്റവും മുകളിൽ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല നീറ്റായിട്ടിരിക്കും. അതുപോലെ തന്നെ ഇനി നമ്മൾ സ്കേർട്ട് യോജിപ്പിക്കാനായിട്ട് ഈ പ്ലീറ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഉള്ള പ്ലീറ്റ് അതനുസരിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ വേസ്റ്റിനേക്കാളും 15 ഇഞ്ച് വിഡ്ത്തിലാണ് നമ്മൾ അവിടെ എടുത്തിരിക്കുന്നത്. ഇനി താഴത്തെ ഈ ലെയർ അതിനേക്കാളും ഇപ്പോൾ ഈ സ്കേർട്ടിൻ്റെ പോർഷനേക്കാളും വീണ്ടും 15 ഇഞ്ച് വിഡ്ത്ത് കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് പ്ലീറ്റ് വീണ്ടും ഇതുപോലെ വരും. അപ്പോൾ ഇനി 3 ലെയറായിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഈക്വലായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ല വശങ്ങൾ ഒരുപോലെ വെച്ചിട്ട് പ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തിരിക്കുമ്പോൾ കറക്റ്റായിട്ട് വരും. അതിന് ശേഷം സൈഡ് യോജിപ്പിച്ചെടുക്കുക, താഴെ മടക്കിയടിക്കുക. ഇനി നിങ്ങൾക്ക് വള്ളി വെക്കണമെന്നുണ്ടെങ്കിൽ ബാക്കിലേക്ക് കെട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസിലിട്ടതിന് ശേഷം ഫ്രോക്കിന് നമ്മൾ വള്ളി വെക്കുന്ന പോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് അടിച്ചെടുത്തു, താഴെ ഒരു ഫ്രില്ല് പോലെ വെച്ച് കൊടുത്തു. അപ്പം ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ സ്ലീവിൻ്റെ അവിടെ ഇതുപോലെ എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് സ്ലീവിൻ്റെ ഇവിടുത്തെ ഓപ്പണിങ് 6 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തിട്ടില്ല, അവിടേക്ക് ഇതുപോലെ ആ മാർക്കിങ്ങിലേക്ക് ഈ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ താഴത്തെ ഓപ്പണിങ്ങിൻ്റെ അവിടെ നിന്ന് ഇതുപോലെ വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്ലീവ് എക്സ്ട്രാ വന്നാലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കളയാവുന്നുള്ളൂ. അതിന് ശേഷം നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടല്ലോ, അവിടേക്ക് ബാക്കിയുള്ളതും ഇതുപോലെ താഴെയുള്ള 1 ഇഞ്ചിൽ നിന്ന് ഇതുപോലെ തയ്യൽ തുമ്പിൽ നിന്ന് കറക്റ്റാക്കി നമ്മൾ വരച്ചു കൊടുത്തതിന് ശേഷം ബാക്കി പോർഷൻ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടോ, നല്ല നീറ്റായിട്ട് കറക്റ്റായിട്ട് വന്നു. ഇനി നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അടി വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ അടിയിൽ മടക്കി അടിക്കാനുള്ളത് മടക്കി അടിക്കുക. അപ്പോൾ കണ്ടോ, സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ രീതിയിലാണ് കിട്ടുന്നത്. നല്ല ഭംഗിയിൽ കിട്ടി. ബാക്ക് സൈഡ് ഇതുപോലെയാണ് വരുന്നത്. അപ്പം ഇവിടെ ഞാനിപ്പം
പ്രസ് ബട്ടൺ വെച്ച് കൊടുത്തു. ഇതേ രീതിയിൽ കിട്ടി. ഇല്ലെങ്കിൽ ബട്ടണോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ ആവശ്യം കഴിയുമ്പോൾ ക്ലോസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ നല്ല ഇപ്പോൾ ഫ്രണ്ടിൽ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ഡിസൈനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് 2 സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ അത്യാവശ്യത്തിന് നന്നായിട്ട് തന്നെ താഴേക്ക് ഇറങ്ങി വരികയും ചെയ്യും. ഇനി താഴെ ഫ്രില്ല് കൊടുക്കേണ്ട ഒറ്റ ലെയറായിട്ട് ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ ചിലർക്ക് വീട്ടിലിടാനിപ്പോൾ നൈറ്റി ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ ഡ്രസ്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ നൈറ്റിയുടെ പീസിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റയോണിൻ്റെ ക്ലോത്തിൽ അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ക്ലോത്തിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ഇരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണെങ്കിൽ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണെങ്കിൽ അവിടെ ഷോൾഡറിൻ്റെ അവിടെ അഴിച്ചിട്ട് ഇതുപോലെ ബട്ടൺ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ സിബ് വയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ ബട്ടൺ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഉപകാരപ്രദമായ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുപോലുള്ള വീഡിയോസ് ഇനി നമുക്ക് കാണാം. താങ്ക്